നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ PV അൻവർ ബേപ്പൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ മരുമകനും PWD മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ താൻ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് PV അൻവർ വെറുതെ വീരവാദം മുഴക്കിയതല്ല. ബേപ്പൂരിൽ മത്സരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും PV അൻവർ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് ഈ നീക്കം PV അൻവർ നടത്തുന്നത്. അൻവർ ബേപ്പൂരിൽ മത്സരിക്കട്ടെ എന്നാണ് ലീഗിൻ്റെയും ആഗ്രഹം. കോൺഗ്രസും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ മറ്റ് ജയിക്കാൻ പോകുന്ന സീറ്റുകളിൽ അൻവർ അതുമൂലം അവകാശവാദം ഉന്നയിക്കില്ല. ബേപ്പൂർ സീറ്റ് ശരിക്കും കോൺഗ്രസിൻ്റെ തന്നെയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PM നിയാസ് ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾക്കാണ് തോറ്റത്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ കോൺഗ്രസിനും UDFനും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കട്ടെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ച് ജയിച്ചാൽ അത് പിണറായിസത്തിൻ്റെ അവസാനമായിരിക്കുമെന്ന് PV അൻവറിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ബേപ്പൂർ തന്നെ തനിക്ക് മതി എന്നുള്ള നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. കാരണം ബേപ്പൂരിൽ PV അൻവർ മത്സരിച്ചാൽ VD സതീശന് അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അദ്ദേഹം സന്തോഷത്തോടെ അംഗീകരിക്കും. മാത്രമല്ല, ഇലക്ഷനാവുമ്പോൾ, തെരഞ്ഞെടുപ്പാകുമ്പോൾ VD സതീശനുമായി ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്യാം. സതീശനും സന്തോഷമുള്ള കാര്യമാണ് അൻവർ ബേപ്പൂരിൽ മത്സരിക്കുക. കാരണം മറ്റേത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാലും അവിടെ ജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. CPMൻ്റെ ഉറച്ച കല്ലിട്ടുറപ്പിച്ച മണ്ഡലമാണ് ബേപ്പൂർ. പണ്ട് PKC അഹമ്മദ് കോയ പോലെയുള്ള നേതാക്കൾ ജയിച്ച മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിക്കുന്ന പ്രശ്നമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയാം. അപ്പോൾ PV അൻവറിനെ പോലെ ഒരു ചാവേർ അവിടെ ചെന്ന് മത്സരിച്ച് ഇനി എങ്ങാൻ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അത് CPMന് മേലുള്ള വലിയൊരു ആധികാരിക വിജയമായി പരിഗണിക്കപ്പെടുമെന്നും കോൺഗ്രസ് നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് കൈയും പൊക്കി കോൺഗ്രസ് നേതാക്കളെല്ലാം അനുഗ്രഹിച്ചത്. അൻവറുമായി ഏറ്റുമുട്ടിയ സാക്ഷാൽ VD സതീശൻ പോലും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ലീഗിനും താല്പര്യമുണ്ട് അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ. കാരണം അങ്ങനെ വരുമ്പോൾ ലീഗിൻ്റെ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളൊന്നും അൻവർ ചോദിക്കില്ല. ഏതായാലും ഇപ്പോൾ ലീഗിൻ്റെ തലയിലായിരിക്കുവാണ് അൻവർ. കാരണം അൻവറിൻ്റെ സീറ്റ് ലീഗ് കൊടുക്കണം. കാരണം അൻവറിനെ UDFൽ ചേർത്ത് നിർത്തണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പടവെട്ടിയതും അതിനുവേണ്ടി VD സതീശനുമായി ഉടക്കിയതുമെല്ലാം മുസ്ലിം ലീഗ് നേതൃത്വമായിരുന്നു. അതുകൊണ്ട് അൻവറിനെ ഇനി കൈവിടാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ എന്നാൽ അൻവറിന് തങ്ങളുടെ ഉറച്ച സീറ്റ് കൊടുക്കാനും കഴിയില്ല. കാരണം അത് ലീഗിലെ വിശ്വസ്തനായ ഒരു നേതാവിന് കൊടുക്കേണ്ടതായിരിക്കും. അതുകൊണ്ട് ലീഗിൻ്റെ ഉറച്ച സീറ്റുകളൊന്നും PV അൻവർ കൊടുക്കാൻ അവർക്ക് താല്പര്യവുമില്ല. അങ്ങനെ വരുമ്പോൾ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ മത്സരിക്കട്ടെ എന്നുള്ള നിർദ്ദേശം ഉയർന്നു വന്നാൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും അത് കയ്യടികളോടെ സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് PV അൻവർ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനോട് മത്സരിച്ച് റിയാസിനെ തോൽപ്പിക്കുമെന്നുള്ള ഉറച്ച വാശിയിൽ തന്നെയാണ് കഴിഞ്ഞ 6-7 മാസമായി PV അൻവർ. അതുകൊണ്ട് ബേപ്പൂരിലെ അൻവറിൻ്റെ വരവ് അതൊരിക്കലും നിസ്സാരമായ വരവല്ല, അതൊരു വരവ് തന്നെയായിരിക്കുമെന്നാണ് ലീഗ് നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. ഏതായാലും മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ PV അൻവർ തയ്യാറെടുത്തു കഴിഞ്ഞു.